നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചു. അവണിശ്ശേരി സ്വദേശി വടൂക്കുറ്റിൽ ശ്രീനിവാസ് ഭാര്യ ദേവികയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് അപകടം. ഒരേ ദിശയിൽ പോകുന്നതിനിടെ ലോറിക്കടിയിലേക്ക് ദേവിക വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ദേവികയെ ഉടൻ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി വടക്കുമുറിയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. പോസ്റ്റും മരച്ചില്ലയും റോഡിലേക്ക് വീണതോടെ മേഖലയിലെ ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ മാവിന്റെ വലിയ ചില്ലയാണ് റോഡിലേക്ക് വീണത്. ഈ സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവായി. KCB അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. റോഡിലേക്ക് വീണ മരച്ചില്ല മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പറപ്പൂക്കര വിശുദ്ധ ജോൺ നെബുംസ്യാൻ ഫെറോന തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളിന് കൊടിയേറി. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഒല്ലൂരിലെ എവു പ്രാസ്യാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ദീപത്തിൽ നിന്ന് പള്ളിക്കു മുൻപിലെ കൽവിളക്കിൽ ദീപം പകർന്നു. ശേഷം നടന്ന തിരുകർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും പറപ്പൂക്കര ഫെറോന പള്ളി വികാരി ഫാദർ റാഫേൽ പന്നിക്കാരൻ, സഹവികാരി ഫാദർ വിനോയ് തെറ്റയിൽ, ഇടവക വൈദികൻ ഫാദർ ഫ്രാൻസിസ് കാവിൽ, കൈക്കാരന്മാരായ റെജിൻ പാലത്തിങ്കൽ, ആൻഡോ പുല്ലോക്കാരൻ, സിജോ പൊന്തോക്കൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ജോൺ ചിറേത്ത, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മെയ് 15, 16 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറത്ത് ശക്തമായ മഴയിലും കാറ്റിലും അയ്യങ്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. ബുധനാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് കുളത്തിന്റെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു വീണത്. ഭിത്തി തകർന്നതോടെ പ്രദേശത്ത് അപകട ഭീഷണി നിലനിൽക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് മഴയുടെ ശക്തിയിൽ തകർന്നടിഞ്ഞത്. അയ്യങ്കുളത്തിന്റെ മുകൾ ഭാഗം കുറച്ചുനാൾ മുൻപാണ് പുനർനിർമ്മിച്ചിരുന്നത്. എന്നാൽ ബുധനാഴ്ച വൈകിട്ടോടെ ഈ മേഖലയിലുണ്ടായ അതിശക്തമായ കാറ്റും മഴയും പഴയ കരിങ്കൽ കെട്ടിന്റെ ബലം ക്ഷയിപ്പിക്കുകയും ഭിത്തി പൂർണ്ണമായും തകരുകയുമായിരുന്നു. കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം തകർന്നതോടെ വീണ്ടും ഭിത്തി ഇടയാനുള്ള സാധ്യതയുണ്ട്. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി അടിയന്തരമായി പുനർനിർമ്മിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,975 രൂപയും പവന് 1,11,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.